ഫ്രണ്ട്സ്, മൈ ഓണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അവൽ വിളയിച്ചതാണ്. ഇതിലേക്കായി നമുക്ക് കറുത്ത എള്ള, വെളുത്ത എള്ള, കശുവണ്ടി ഇത്രയും നമുക്ക് നെയ്ക്കകത്ത് നിന്ന് വറുത്തെടുക്കാം. ഇതിലോട്ട് നമുക്കൊരു ഓട്ടുരുളി വെച്ചിട്ട് ആ ഉരുളിക്കകത്ത് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് അതിൽ അണ്ടിപ്പരിപ്പ് ഒന്ന് നല്ല വറുത്ത് ഒരു ബ്രൗൺ കളറാകുമ്പോൾ അത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെച്ച് അതിലോട്ട് കറുത്ത എള്ളും വെളുത്ത എള്ളും, കറുത്ത എള്ള് നമ്മൾ എടുത്താൽ മതി, പക്ഷേ എന്നാലും കുറച്ച് എൻ്റെ അടുത്ത് വെളുത്ത എള്ളും കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതും കൂടി ഇട്ട് രണ്ടും ഒന്ന് മൂപ്പിച്ച് നമുക്ക് അത് കശുവണ്ടിയും കൂടെ എടുത്ത് നമുക്ക് മാറ്റി വെക്കാം. ഇത് ലാസ്റ്റ് നമുക്ക് അവലെല്ലാം വിളയിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ഇത് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുത്ത് വയ്ക്കുക. അത് നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ അതുകൂടാതെ ഇതിപ്പോൾ ശർക്കര പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതാകുമ്പം നമ്മൾ ശർക്കര എടുത്ത് ഉരുക്കുന്നതിലും ഏറ്റവും ബെറ്ററാണ് ഈ പൊടി വാങ്ങിച്ചു കഴിഞ്ഞാൽ. കുറച്ച് റേറ്റ് കൂടുതലുണ്ട്, എന്നാലും അതിനകത്ത് മറ്റഴുക്കോ മണ്ണോ ഒന്നുമില്ല. അപ്പോൾ അതിലോട്ട് ഇതിപ്പം 1 കിലോ അവലാണ്, 1 കിലോ അവലിന് 1 കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ആ ശർക്കരയിലോട്ട് അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് വെള്ളം ഒഴിച്ച് അത് നല്ലതായിട്ടൊന്ന് ഉരുക്കി ഒരു വരണ്ട് വരുന്ന ഒരു പാകമുണ്ട്. അതായത് ഒരു നൂൽപ്പരുവം ആകണ്ട. നൂൽപ്പരുവം ആയിക്കഴിഞ്ഞാൽ അവൽ ഭയങ്കര കട്ടിയായിട്ടിരിക്കും. അപ്പം അത്രയും ആവണ്ട, എന്നാലും അത്യാവശ്യം ഒന്ന് നല്ലതായിട്ടൊന്ന് വരട്ടി എടുത്തു കഴിഞ്ഞ് അതിലോട്ട് നമുക്ക് നാളികേരം ചിരണ്ടിയത് ഇടാം. ഒരു 3 നാളികേരം ചിരണ്ടിയതുണ്ട്. ഈ നാളികേരം കൂടെ നമുക്ക് ശർക്കരയ്ക്കകത്ത് ഇട്ടിട്ട് ഇത് നല്ലതായിട്ട് വരട്ടണം. വരട്ടിയില്ലെങ്കിൽ അധിക ദിവസം ഇരിക്കത്തില്ല. നല്ല വരട്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവൽ കേടുകൂടാതെ ഒരു 2 ആഴ്ചയൊക്കെ നല്ല ഇതിൽ പുറത്ത് തന്നെ വയ്ക്കാം. അല്ലെങ്കിൽ തണുത്തതിന് ശേഷം ഫ്രിഡ്ജ് വെച്ചിട്ട് കുറേശ്ശെ എടുത്ത് നമുക്ക് ചൂടാക്കിയിട്ട് എടുത്ത് കഴിക്കാൻ പറ്റും. തേങ്ങ നല്ലതായിട്ട് വരട്ടി എടുത്തതിന് ശേഷം അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് നെയ്യും കൂടെ നമുക്ക് ചേർക്കണം. നെയ്യ് ചേർത്ത് നല്ല പോലെ ഇതൊന്ന് തേങ്ങ വരട്ടിയെങ്കിൽ മാത്രമേ അവൽ കുറച്ച് സമയം നമുക്ക് കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അല്ലെ പെട്ടെന്ന് ചീത്തയാവും. അപ്പോൾ ഇത് നല്ല വരണ്ട് നടുക്കൊരു കുറച്ച് വെള്ളം ഇതായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അതിലോട്ട് അവലിട്ട് ഒരു 4-5 മിനിറ്റ് നല്ല പോലെ ഇളക്കി ശർക്കരയും തേങ്ങയൊക്കെ എല്ലാം അവിടെ നല്ല പോലെ ആവുന്ന രീതിയിൽ ഒരു 5 മിനിറ്റ് നല്ല പോലെ ഒന്ന് ഇളക്കണം. 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ടൈമില്ല, നമ്മൾ കുറച്ചൊന്ന് നോക്കി എങ്ങനെയാണ് എല്ലായിടത്തോട്ട് ശർക്കരയും ആ തേങ്ങയും കൂടെയുള്ള മിക്സ് നല്ലതായിട്ട് പെരണ്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം തീ ഓഫ് ചെയ്തിട്ട് അതിലോട്ട് ഏലക്ക കുറച്ചുള്ളതുകൊണ്ട് മിക്സിയിൽ ലേശം പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ച് ഇതിനകത്തോട്ട് വെതറിയിട്ടിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം മുകളിൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ എള്ള്, കറുത്ത എള്ളും വെളുത്ത എള്ളും രണ്ടും കൂടി ഇട്ട് അതും മിക്സ് ചെയ്യാം. നമുക്കങ്ങനെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു അവൽ വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. അതേപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടി ചെയ്യണം. ഓക്കെ, താങ്ക് യു.